ഒന്നാം തരം നമ്പർ 1 ജാതിവാദികളാണ് മലയാളികൾ. നമ്പർ 1 ജാതിവാദികളാണ്. സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ മിശ്ര വിവാഹ സംഘം നിലവിലുണ്ടായിരുന്നൊരു നാടാണല്ലോ കേരളം. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എങ്ങനെ ഇരുന്നാലും അവർ ഒന്നിച്ചു കൂടുന്നതിനും പരസ്പരം വിവാഹം ചെയ്യുന്നതിനും പന്തിഭോജനം ചെയ്യുന്നതിനും യാതൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ മഹാഗുരുവിന്റെ നാടാണ് കേരളം. ആ നാട്ടിലാണ് ഈരവ മാട്രിമോണിയൽ, നായർ മാട്രിമോണി, ചാവറ മാട്രിമോണി. പേര് മാത്രമേ ഉള്ളൂ ചാവറ, പക്ഷെ അത് ആരുടെയാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജാതിക്കുള്ളിൽ സ്വഗോത്ര വിവാഹത്തെ നിലനിർത്തുന്ന, താങ്ങി നിർത്തുന്ന ഒരു വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത്. എന്നിട്ട് പറയണം നമ്മളെല്ലാം ജാതി ഇല്ലാത്ത ആളുകളാണെന്ന്. ഒന്നാം തരം നമ്പർ 1 ജാതിവാദികളാണ് മലയാളികൾ. നമ്പർ 1 ജാതിവാദികളാണ്. ആ നമ്പർ 1 ജാതിവാദത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവരും പുരോഗമന വേഷം കെട്ടിയാടുന്നത്. അങ്ങനെ പുരോഗമനമൊന്നും ഇല്ലെന്നേ. ആ പുരോഗമനമൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ നിലനിർത്തുന്നത് കേരളത്തിലെ ന്യൂനപക്ഷമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ക്രിസ്ത്യാനികളുമാണ് കേരളത്തിലെ സെക്യുലർ ഫാബ്രിക്കിനെ നിലനിർത്തുന്നത്. ദളിതരും ആദിവാസികളുമാണ് ഈ മതേതരമായ ഇടത്തെ കേരളത്തിൽ നിലനിർത്തുന്നത്. കേരളത്തിലെ നവോത്ഥാനത്തിന്റെ അടിസ്ഥാന സ്രോതസ് എന്ന് പറയുന്നത് നാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനും പാമ്പാടി ജോൺ ജോസഫും മക്തി തങ്ങളും ഒക്കെയാണ്. അല്ലാതെ ബംഗാളി ഭദ്രലോകിനെ പോലെ രാജാറാം മോഹൻ റോയും വിവേകാനന്ദനും ഒക്കെ നിർമ്മിച്ചെടുത്തതുപോലെ പുരാണങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് ഒരു സവർണ പാരമ്പര്യത്തെ കെട്ടിറക്കുന്ന രീതി ആയിരുന്നില്ല കേരളത്തിൽ നിലനിന്നത്. കേരളത്തിന്റെ അറിവൊളി പ്രസ്ഥാനം എന്ന് പറയുന്നത്, ജ്ഞാനോദയ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ പാരമ്പര്യത്തെ, സവർണജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾ നടന്നത്. പക്ഷേ ഇന്ന് ഈ നവോത്ഥാന പാരമ്പര്യങ്ങൾ വലിയ രീതി ചോദ്യം ചെയ്യപ്പെടുന്നു. സ്ത്രീവിരുദ്ധത എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കപ്പെടുന്ന സ്ഥലമായിട്ട് ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. ദളിത് വിരുദ്ധത എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇതിനൊക്കെ തന്നെ ആചാരങ്ങൾ എത്ര ബ്രില്യന്റ് ആയിട്ടാണ് ഇയാളൊക്കെ തന്റെ സൗമ്യമായ സ്വരത്തിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിൽ വിഷമൊഴിക്കുന്നത് അല്ലേ. എന്ത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് വരുന്നങ്ങ് ഈ പോക്കൃതരം പിടിച്ച സ്വഭാവങ്ങൾ കാണിക്കുന്നതും ഇങ്ങനെയുള്ള വിഷജീവികളും കാരണമാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി തീരുന്നത്. സത്യം പറഞ്ഞാൽ കാണിക്കുന്ന നന്ദികേടും ഇതുപോലുള്ള പോക്കൃത്തരങ്ങളും നുണകളും ഒക്കെ നമ്മുടെ മുന്നിൽ വന്നെന്ന് പറയുമ്പോൾ എനിക്കെല്ലാം സത്യം പറഞ്ഞ പണ്ട് ഇയാളുടെ എന്തോരം വീഡിയോകളും കണ്ട് നാട്ടുകാരെ വെല്ലുവിളിച്ച് ചേർന്നവനാണ് അറിയുന്നത്. അത് ഓർക്കുമ്പോൾ ചില മേഖലകളിൽ യുവമാർക്ക് ചില പ്രത്യേക തൊഴലും നക്കലും മുട്ടിലഴലും ഒക്കെ ഉണ്ട്. അതിനാണ് പുള്ളി നമ്മുടെ സെക്യുലർ ഹാർമണി നിലനിർത്തുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ ദളിത് സമൂഹത്തിൽ പെട്ടവരാണെന്നാണ്. അങ്ങനെയൊന്നും അല്ല. ഈ നാട്ടിൽ സെക്യുലറിസം അല്ലെങ്കിൽ ഈ നാട്ടിന്റെ മതേതരത്വം നിലനിർത്തുന്നതിന്റെ പ്രധാന ആൾക്കാർ ഈ നാട്ടിലെ ഹിന്ദുക്കൾ തന്നെയാണ്. പിന്നെ ഈ നാട്ടിൽ അതിന് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ മതബോധം അധികമായി തലയിൽ കയറാത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഇപ്പൊ നമ്മുടെ അയൽവാസി എന്നെയൊക്കെ കാക്കാന്ന് വരെ വിളിക്കുന്ന മുസ്ലിം കൂട്ടുകാരെന്നല്ല, അനിയന്മാര്, എന്റെ കൂട്ടുകാരൻ്റെ അനിയന്മാരിക്കും കാക്കാന്ന് വിളിച്ചാൽ അത്രയും തേച്ച് വിളിക്കില്ല. എന്തൊരാപത്ത് വന്നാലും ആവശ്യം വന്നാലും ഫസ്റ്റ് ചിലപ്പോൾ അവന്മാർ എന്നെ വിളിക്കും, ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ വിളിക്കും, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അവന്മാരെ വിളിക്കും. അത് വേറെ, അത് നമ്മുടെ സൗഹൃദം വേറെ. നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ ഉമ്മാന്നും മാമീന്നും ഒക്കെ വിളിച്ച് വളരുന്ന ഞങ്ങളുടെ അയൽവാസികൾ, അത് വേറെ. അതിന്റെ പേരിൽ മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ വായോടച്ചു വെച്ച് മിണ്ടാതിരിക്കാനും, പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ അത് എന്തും മിണ്ടാതിരിക്കാനും ഒന്നും നടക്കത്തില്ല. ഇവനെ പോലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ചെയ്യുന്നത് ഇയാൾക്ക് ചെല്ലിനും ചെലവിനും കൊടുക്കുന്ന ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി അഥവാ ഇയാളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വിഷം എത്രയാണെന്ന് അറിയാൻ പാടില്ല. ഇനി ഇയാൾക്ക് അറിവില്ലായ്മ കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അറിവില്ലായ്മ ഉണ്ടാവാൻ വഴിയില്ല. സംസ്കൃത സർവകലാശാലയിലും രാമായണം, മഹാഭാരതം, നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ, ഞാൻ ഈ വേദങ്ങളൊന്നും വായിച്ചിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ വേദങ്ങളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവരൊക്കെ പറഞ്ഞ് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ആളുമാണ്. ഇനി പുള്ളിയുടെ പ്രധാന വാദം എന്താണ്? പൊയ്കയിൽ യോഹന്നാൻ, അതാണ് പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞത്. മത്തിത്തങ്ങൾ, അതും പറഞ്ഞു. പിന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വേറെ ആരെയും അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? അല്ല. ഒളിക്കേണ്ടവനെ കൃത്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ശ്യാംകുമാർ. അല്ല ശ്യാംകുമാറെ, ഈ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞ ഒരാളറിയോ? അയ്യങ്കാളി നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ചങ്കും കരളൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്, ഒരു ദോസ്തുക്കളാണ് ചട്ടമ്പി സ്വാമികൾ. പുള്ളി നായരാണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അറിയോ? അതായത് വേദങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുകയും ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്തതുമായിട്ടുള്ള വ്യക്തിയാണ്. നായർ സമുദായക്കാരനായതുകൊണ്ട് പുള്ളിയെ താൻ ഒഴിവാക്കി. മന്നത്ത് പത്മനാഭൻ പോട്ടെ, പത്മനാഭൻ നായർ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ NSSും SNDP ഒക്കെ നിർണായക ശക്തികളായപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ജാതി പേര് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അത് സത്യമാണ്. എന്നിരുന്നാലും ഈ ജാതീയത ഇവിടെ കൊടികുത്തി നിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ഉമ്മറത്തിരുത്തി ഭക്ഷണം കൊടുപ്പിച്ച് ആ പാത്രം, ആ ഇല സ്വന്തം അമ്മയെ കൊണ്ട് എടുപ്പിച്ച വിപ്ലവകാരിയാണ് മന്നത്ത് പത്മനാഭൻജി. വൈക്കം സത്യാഗ്രഹം താഴ്ന്ന ജാതിക്കാർക്കും നടക്കാനുള്ള അനുവാദം ലഭിക്കുന്നതിന് സവർണരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ കൂടെ അണിനിരുന്നതൊക്കെ നായന്മാരല്ലേ, അല്ലേ? VT ഭട്ടതിരിപ്പാട്, നമ്മളെല്ലാരും അറിയുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പിന്നെ പോട്ടെ, നമ്പൂതിരി സമുദായത്തിനെ അതിനുള്ളിലെ അനാചാരങ്ങൾ നിർത്തലാക്കാനാണ് കൂടുതൽ പ്രവർത്തിച്ചതെങ്കിലും പുള്ളിയുടെ പ്രധാന മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു, അല്ലെ? കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, കോൺഗ്രസ്സുകാർ മറക്കാൻ പാടില്ലാത്ത പേരാണ്. ഐത്തോച്ചാടനത്തിന് ഗാന്ധിക്ക് വേണ്ടി കേരളത്തിൽ കേളപ്പനൊപ്പം പ്രവർത്തിച്ച ആളാണ്. കേളപ്പൻ പുള്ളി നായരാണ്. ഈഴവനാണോ? സോറി, ബ്രഹ്മാനന്ദ ശിവയോഗി,
KP കേശവ മേനോൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളാണ്. മാതൃഭൂമിയുടെ സ്ഥാപക എഡിറ്ററൊക്കെയാണ്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം VT ഭട്ടതിരിപ്പാട് ചെയ്യുമ്പോൾ അതിൽ നായക കഥാപാത്രമായിട്ട് അഭിനയിച്ചതും ഒരു നമ്പൂതിരിയായിരുന്നു. മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. MC ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ സവർണ ക്രിസ്ത്യാനിക്കെതിരെ പോരാടിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് ഇവിടെ പരിഷ്കരണം നടക്കണമെന്നും ഇവിടത്തെ ജാതീയത മോശമാണ് എന്നും മനസ്സിലാക്കിയത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവോ വാഗ്ഭടാനന്ദനോ മാത്രമല്ല. ഇവരൊക്കെ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ഈ മിശ്ര വിവാഹം, മിശ്ര ഭോജനം, പന്തി ഭോജനം ഇതൊക്കെ അവർണർ എല്ലാരും കൂടെ വട്ടം കൂട്ടിരുന്ന് ചോറുവാരി കഴിച്ചതല്ല, അല്ലെങ്കിൽ അവർണർ പരസ്പരം കല്യാണം കഴിച്ചതല്ല. ഇത് മേൽജാതിയിൽ നിന്നും കീഴ്ജാതിയിൽ നിന്നും ഒക്കെ കല്യാണം കഴിച്ചതുമാണ്. കുമാരനാശാന്റെ ദുരവസ്ഥയിൽ തന്റെ കാവ്യലേഖനത്തിൽ കൂടി അദ്ദേഹം ഒരു മിശ്ര വിവാഹം നടത്തിയ ആളാണ്. അപ്പൊ ഇതെല്ലാം താൻ അങ്ങോട്ട് മറന്നു. അത് മറക്കുന്നത് മനഃപൂർവ്വമാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ബെൽറ്റിലേക്ക് എല്ലാവരും കൂടെ ഒന്നിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ഈ ജാതീയത മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ കഞ്ഞൂടി മുട്ടും. എന്റെ വീഡിയോ കാണുന്ന അവർണ വിഭാഗത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, നമ്മളെ പൊതുവെ അമ്പലത്തിൽ കയറ്റുന്നില്ല, പൂജാരി ആക്കുന്നില്ല, നമുക്ക് അമ്പലത്തിൽ കയറി പൂജാരി ആകാനുള്ള യോഗ്യതയില്ല. ഇതാണല്ലോ ആദ്യത്തെ ഐറ്റം. നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ? അമ്പലത്തിൽ കയറാനുള്ള താല്പര്യമുണ്ടോ? അമ്പലത്തിൽ പൂജ നടത്താനുള്ള താല്പര്യമുണ്ടോ? എനിക്കില്ല. എനിക്കങ്ങനെ അമ്പലത്തിൽ പോയി പൂജ നടത്തി അതുവഴി ജീവിക്കാനുള്ള അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ. എന്നാൽ എനിക്ക് അമ്പലമൊന്നും ഇഷ്ടമല്ലാതെ ഒന്നുമില്ല. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, വഴിപാട് കഴിപ്പിക്കാറുണ്ട്, തൊഴാറുണ്ട്, വരാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ. നമ്മളെ ദൈവങ്ങൾക്ക് പിന്നെ ആ നിർബന്ധമില്ലല്ലോ. ആണ്ടിനും സംക്രാന്തിക്കൊക്കെ പോയാൽ മതി. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പറ, നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? താല്പര്യമുണ്ട് എങ്കിൽ ആലുവയിൽ RSS സ്ഥാപിച്ച ഒരു സ്ഥാപനമുണ്ട്, തന്ത്ര വിദ്യാപീഠം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കാസ്റ്റിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പഠിക്കാം. ഇനി നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും പൂജ ചെയ്യാനും ഒന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് ശ്രീകോവിലിനുള്ളിൽ കയറി പൂജ ചെയ്യാൻ താല്പര്യമില്ല, എന്നെ പോലെ തന്നെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അമ്പലത്തിലെ പൂജാരി അവൻ പൂജാരിയാണ്, അവൻ വലിയ മറ്റതാണ് മറിച്ചാണ്, നമ്മൾ അന്വേഷിക്കുന്ന കാര്യമില്ല. ഇനി അമ്പലത്തിൽ പൂജാരിയായ ഒരാളുണ്ട് ഈ അടുത്ത്. പുള്ളി ഒരു ദളിതനാ. ആ പുള്ളി അവിടെ ഭരിച്ചിരുന്ന കമ്മിറ്റി അത് ഇടതുപക്ഷ കമ്മിറ്റിയാ. ഈ കമ്മിറ്റി എല്ലാവരും കൂടി അവിടെ ഇരുന്ന അമ്പലത്തിലിരുന്ന ദേവിയുടെ സകലെണ്ണവും അടിച്ചുകൊണ്ട് പോയി ഈ ഇമിറ്റേഷൻ ഗോൾഡാ വെച്ചത്. അത് ഇവൻ കണ്ടുപിടിച്ചു. അതിന് ഇവനെ എതിർത്തു. ദളിതനാ എതിർത്തവൻ ദളിതനാണ്. അവനെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി. ഈ പറയുന്ന ശ്യാംകുമാറോ സണ്ണി കാപ്പിക്കാടോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ആ കാര്യം? ഒരു പ്രതിഷേധമെങ്കിലും ഉണ്ടായോ? അവിടുത്തെ ബ്രാഹ്മണ സമാജം പോയിട്ട് ഈ പുള്ളിയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പേടിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. പുള്ളി രക്ഷപ്പെട്ടു. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് പുള്ളി ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അയാൾ പ്രതിയായേനെ. ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചതിന് ഒരു ദളിതനെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണേണ്ടി വന്നേനെ. അന്ന് രക്ഷിച്ചതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട്. രക്ഷപ്പെട്ടു പോയത് നീ എങ്ങോട്ടെങ്കിലും പോടാ, നീ അമ്പലത്തിലെ വരട്ടെ, നീ എവിടെയെങ്കിലും പോയി ജീവിക്കും. ഭരിക്കുന്നതൊക്കെ ഇവിടുത്തെ വലിയ കൊമ്പത്തെ ടീമുകളാണ്. ജാതിക്കെതിരെ പോരാടുന്നമാരാണ് ഭരിക്കുന്നത്. പക്ഷെ ചെയ്യുന്നത് മുഴുവൻ ഇമാര് പരിപാടികളാണ്. അതിനെതിരെ നമ്മൾ ആരെങ്കിലും പ്രതിഷേധിച്ചു? ഇല്ല. ശ്യാംകുമാറിന് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഹാർമണി നിലനിർത്താനായിട്ട് ചെയ്തിട്ടുള്ള പ്രധാന കാര്യങ്ങളാണോ നമ്മുടെ മുനമ്പത്തെ ആൾക്കാരുടെ വസ്തുവകകൾ ഒരാവശ്യവുമില്ലാതെ വഖഫ് ആണ് എന്ന് പറഞ്ഞത്? ആണോ? ഇവിടെ 93 പേർ ISIS-ലേക്ക് കയറിപ്പോയതും പോയ ഒരുത്തൻ ഇവിടെ കുംഭമേള നടക്കുന്നില്ലേ, ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുന്നില്ലേ, തൃശ്ശൂർ പൂരത്തിന്റെ ട്രക്ക് ഇടിച്ച് കയറ്റി കത്തിയെടുത്ത് കുത്തിക്കൊല്ല് എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തത് ഇവിടുത്തെ കമ്മ്യൂണൽ ഹാർമണി നിലനിർത്താൻ വേണ്ടിയിട്ടാണോ? ഈ അടുത്ത് ഷിയാസ് കരീം എന്ന് പറഞ്ഞ ഒരുത്തൻ നീ ബീഫ് തിന്നുന്നില്ലേ എന്ന് പറഞ്ഞ് പുറകെ കിടക്കുന്നുണ്ട്. അനു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന് പുറകെ. അപ്പൊ കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാക്കുകയാണ്. അല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ കമ്മ്യൂണൽ ഹാർമണിക്ക് തടസ്സം ഇവിടെയുള്ള സവർണരാണ് എന്ന് അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ പറയുന്ന ശ്യാംകുമാർ ഈ കഴിഞ്ഞ 75 വർഷമായിട്ട് ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആണെന്ന് പറയത്തില്ല. ഇല്ലേ? നമ്മുടെ കേരള മന്ത്രിസഭ മാത്രം എടുത്താൽ മതി. അതിലൊരൊറ്റ ദളിതനേ ഉള്ളൂ. ഒരൊറ്റ ദളിതൻ കൈകാര്യം ചെയ്യുന്നതും SC/ST വകുപ്പ് തന്നെ. ഒന്നിൽ കൂടുതൽ ദളിതരായിട്ടുള്ളവർ ആരെങ്കിലും ആ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. ഇനി എനിക്ക് തെറ്റിയതാണെങ്കിൽ നമുക്ക് നോക്കാലോ. സംവരണ സീറ്റിലല്ലാതെ എവിടെയെല്ലാം ദളിതരെ നിർത്തിയിട്ടുണ്ട്? ആർക്കെങ്കിലും അറിയോ? ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ സംവരണ സീറ്റിലല്ലാതെ ദളിതരെ നിർത്തിയിട്ടുണ്ടോ? വേറൊരു ടീമുണ്ട്. ഡിസ്ക്രിമിനേഷൻ വരുന്നവർക്ക് പിന്നെ എപ്പോഴെങ്കിലും ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെൽത്ത് എന്ന് പറയുന്നത്. ഇഫ് യു ആർ എക്കണോമിക്കലി പുവർ യു ക്യാൻ വർക്ക് ഓർ യു ക്യാൻ അക്വയർ വെൽത്ത്. പക്ഷെ ജാതി നിങ്ങൾക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എനിക്കോ എൻ്റെ നെക്സ്റ്റ് ജനറേഷനോ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനോ ജാതി മാറി ഇനി അടുത്തൊരു ജാതിയിലേക്ക് മൊബിലിറ്റി ഒരു സ്കെയിൽ വെച്ച് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്റർ ജനറേഷനിലായിട്ട് എന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് പലപ്പോഴും സവർണ മനുഷ്യർക്ക്. ഈ ഒരു ഡിവൈഡ് പറയുന്നതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ല. കാരണം ഒരു കുട്ടിയുടെ മരണത്തിന്റെ മുന്നിലാണ് ഈ നിൽക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കണം ആ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഇനിയെങ്കിലും ഒരു മൂഢസ്വർഗത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട അവസരം. നിങ്ങൾക്ക് ഈ വിഘടനവാദം പറയുന്നതിൽ യാതൊരു മടിയുമില്ല. എത്ര വൃത്തിയായിട്ടാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ വിഷമൊഴിക്കുന്നത്.
നിങ്ങൾ ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ളവരല്ലേ? ഇവിടെ ഈ നിതിൻ രാജിന്റെ കേസിലാണെങ്കിൽ പോലും ആ അധ്യാപകനെ പറ്റി ഒരു വിദ്യാർത്ഥി പോലും നല്ലത് പറയാറില്ല, ഒരൊറ്റ വിദ്യാർത്ഥി പോലും. അയാൾ മൊത്തത്തിലൊരു വൃത്തികെട്ടവനാണ്. അയാൾ എല്ലാവരോടും അങ്ങനെ സംസാരിക്കാറുള്ളൂ. അല്ലാതെ നിതിൻ രാജിനോട് മാത്രം ജാതീയപരമായിട്ട് അധിക്ഷേപിക്കുകയും ബാക്കിയുള്ള വിദ്യാർത്ഥികളെ മുഴുവനും പൊന്നുതമ്പുരാനായിട്ട് കാണുന്ന ഒരുത്തനുമായിരുന്നെങ്കിൽ 100% അവനൊരു ജാതി വരെ പിടിച്ച തെറ്റായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്നിരുന്നാലും നിതിന് ജാതിയും കൂടി പറഞ്ഞ് അയാൾ അധിക്ഷേപിച്ചു. വേറൊരു പെൺകുട്ടി മെലിഞ്ഞിരുന്നതിനെ കളിയാക്കി, വേറൊരു പെൺകുട്ടി തടിച്ചിരുന്നതിനെ കളിയാക്കി, വെളുത്തിരുന്നാലും കളിയാക്കും, കറുത്തിരുന്നാലും കളിയാക്കും, ജാതിയിൽ കൂടിയവനായാലും കുറഞ്ഞവനായാലും കളിയാക്കും. അയാൾ അങ്ങനെയാണ്. ഇതെന്നിട്ട് പോലും നിങ്ങൾ ഇനിയും എത്ര കുട്ടികൾ മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നാട്ടിലുള്ള എല്ലാ സവർണ സമുദായത്തിലുള്ള ആൾക്കാരും എതിർക്കപ്പെടണം. ഈ നാട്ടിൽ അവർ മുഴുവനും ബാക്കിയുള്ളവരെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ പ്രസംഗത്തിന്റെ അടിയിൽ വരുന്ന കമന്റുകളിൽ കൂടുതലും പച്ചയ്ക്ക് പറയാതെ സുഡാപ്പികളാണ്. യവന്മാർ കൂടുതലും വന്നിട്ട് അതെ അതെ അഭിനന്ദനങ്ങൾ, ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യലൊക്കെ അപകാരം എന്നെ ചെയ്യുക. അവർ തന്നെയാണ് ഈ വീഡിയോകൾ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നതും. നിങ്ങളുടെ ഈ വീഡിയോയിൽ നിന്ന് കുറെ അറിവുകൾ നേടിക്കൊണ്ട് യവന്മാരൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് എന്നോട് സംസാരിക്കാനും നിൽക്കും. അമാർക്കുള്ളത് ഞാൻ അമാരുടെ വെച്ച് തന്നെ തീർത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് RSSനെയും BJPയും കണ്ടുവിടാം. ഒരു RSSകാരൻ പറയുകയാണ്, പഹൽഗാം തീവ്രവാദ ആക്രമണത്തിൽ കുറെ തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ മുണ്ടുപൊക്കി നോക്കി ഹിന്ദുവാണെന്ന് ഉറപ്പ് വരുത്തി വെടിവെച്ച് കൊന്നു. ആ ഒരു ബോധമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും? അത് ഞാൻ അംഗീകരിക്കില്ല. പക്ഷെ നിങ്ങൾ അംഗീകരിക്കുമായിരിക്കും അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ടോട്ടൽ സമുദായം അങ്ങനെയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ പറയോ? അപ്പൊ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ സ്വഭാവമാണ്. ഇത് ഞാൻ അനുവദിച്ച് തരില്ല. ഇവിടെ ഡോക്ടർ രാമല്ല ഏതവൻ ജാതി അധിക്ഷേപം നടത്തിയാലും അത് അവന്റെ വ്യക്തിപരമായിട്ടുള്ള കാരണമാണ്. ആ തെണ്ടി അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ ടോട്ടലി ഡിവിഷൻ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് BJP എതിർത്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം ഉറപ്പിക്കലോ അല്ലെങ്കിൽ അവർണ വിഭാഗത്തിലുള്ള എല്ലാ ആൾക്കാരും ഇടതുപക്ഷത്തിനോടൊപ്പം നിർത്താനോ ചെയ്യുന്ന വ്യഗ്രതയല്ല നിങ്ങൾ ഈ ശ്യാംകുമാറും ഈ സണ്ണി കാപ്പിക്കാടും നിങ്ങൾ ഈ മാളവിക ബിന്നിയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഇത് പബ്ലിക്കലി പറയാണ്, സവർണർ അങ്ങനെ ചിന്തിക്കുന്നവരാണ്, സവർണർ അങ്ങനെയാണ്. നേരത്തെ ശ്യാംകുമാർ പറഞ്ഞ പോലെ സവർണാധിപത്യം, സവർണർ ആരും വന്നിട്ടേ അല്ല ഞങ്ങളെ ആരെയും സഹായിച്ചത്. ഇവരാരും സഹായിച്ചിട്ടേ ഇല്ല, അവരാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ മറ്റൊരാ മത്തിത്തങ്ങളും പൊയ്കയിൽ അപ്പച്ചനും പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെയും പേര് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്താണ് ഈ ചങ്ങായി പറയണത്. പറ്റുമെങ്കിൽ അവരെ ഒഴിവാക്കിയാണ്. അപ്പൊ ഇത് പറയുന്നതിലൂടെ ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഇതേ അവർണ വിഭാഗത്തിലുള്ള ആൾക്കാർ ആർക്കാ വോട്ട് ചെയ്യുക? നമ്മളൊക്കെ ആർക്കാണ് വോട്ട് ചെയ്തിരുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിലും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ നിങ്ങൾ നോക്ക് എത്ര ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബുകാരുണ്ടെന്ന് മന്ത്രിസഭയിൽ. ഞാൻ നോക്കിയിട്ട് ഒറ്റൊരാളേ ഉള്ളൂ, അത് കൈകാര്യം ചെയ്യുന്ന SC/ST വകുപ്പ്. ഈ ദളിത് വിഭാഗത്തിൽ പെട്ടവൻ ആഭ്യന്തരം കൈകാര്യം ചെയ്താൽ എന്തായി പോകും? കൈയും കാലം നടന്നു പോകും, അതോ ആഭ്യന്തരം ഇടിഞ്ഞ് താഴെ വീഴും? ദളിത് വിഭാഗത്തിൽ പെട്ടവൻ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്താൽ അവനെന്താ കിടന്ന ഉറക്കം വരൂല? AC മുറി കിടന്നാൽ ദളിതന് പുറഞ്ചൊറിയോ? അല്ല, എനിക്ക് അറിയാൻ മേലുണ്ട് ചോദിക്കുക ഇങ്ങനെ കൊടുക്കുന്നത്. ഈ കൂട്ടത്തിൽ ഈ ഭരണസമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ ദേഷ്യവന്മാരുടെ മനസ്സിലുണ്ട്. അവർ നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് വലിയ കൊണയടിയൊക്കെ അടിക്കും. സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയിലൂടെ ഇവിടെ വീണ്ടും അവർണരെ അടിച്ചൊതുക്കാൻ പോയിരിക്കുകയാണ്, ഞങ്ങൾ സമ്മതിക്കില്ല, സവർണാധിപത്യമാണ്, വാഴയ്ക്കാണെന്നൊക്കെ നമ്മുടെ മുന്നിൽ പറയും. എന്നിട്ട് അവർ പറയും, അവള് പ്രസംഗിച്ച കേട്ടാ, അല്ലെങ്കിൽ ശ്യാംകുമാർ പ്രസംഗിച്ച കേട്ടാ, ഈ ദളിതരൊക്കെ ഇമാര് വളർന്നിട്ട് നമ്മളെ പിള്ളേരെ അടിച്ചൊതുക്കാൻ നിൽക്കുകയാണ്. ഞാൻ ഞങ്ങളുടെ ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടില്ലേ, എന്താ കുട്ടി പറയുന്നത്? എടാ ഉന്നത കുല ജാതരെ, ഇനി നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാമടാ, കേട്ടോടാ റാമിനെ പറയുന്ന ഓക്കെ. ഉന്നത കുലജാതര എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു വിഭാഗത്തിന് ഉന്നത കുലജാതർ എന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ വിചാരിക്കും നായർ, പിള്ള, മേനോൻ ഇവരൊക്കെ ടോപ്പിൽ ഇരുന്നിട്ട് ഇവർ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ഒക്കെ ഉണ്ട്. എന്നിട്ട് അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ആഹാ അവനൊക്കെ വളർന്നു വന്നാലുണ്ടല്ലോ പിന്നെ എങ്ങനെ സ്റ്റൈപ്പൻഡ് കിട്ടും? എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ തരുന്ന കോടിക്കണക്കിന് രൂപയിൽ 6000 കോടി രൂപയും 7000 കോടി രൂപയൊക്കെ ഇവർ ലാപ്സ് ചെയ്ത് കളയാതിരിക്കും? എങ്ങനെ സ്റ്റൈപ്പൻഡ് നൽകാതിരിക്കും? എങ്ങനെയാണ് ഈ ദളിത് കുട്ടികൾ ഈ പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ പീഡിപ്പിക്കപ്പെടാതിരിക്കും? ഇല്ലേ? ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഏഷ്യാനെറ്റിലൊക്കെ വന്നതല്ലേ? ആ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറയുന്നിട്ടില്ലേ? സ്റ്റൈപ്പൻഡുകൾ കിട്ടാത്ത വിദ്യാഭ്യാസം നിർത്തിപ്പോയവരല്ലേ? നമ്മളെ കൊണ്ട് നമ്മൾ തന്നെ ഒരു വിഭാഗത്തെ ശത്രുവാക്കിയിട്ട് ആ ശത്രുവിനെ തന്നെ നമ്മളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ചെടുത്ത് അവനെ കൊണ്ട് തന്നെ നമ്മളെ ഭരിപ്പിക്കുന്ന ഈ ഉടായ്പുണ്ടല്ലോ, ഇത് എനിക്ക് മനസ്സിലായടോ. ഇത് ഈ പാവങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ശ്രീമൂലം മഹാരാജാവ് എന്താ ക്ഷത്രിയനല്ലേ, ഉന്നത കുലജാതനല്ലേ, ഒഴിവാക്കി കൂടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയാം അതൊന്നുമല്ല, അയ്യങ്കാളിക്ക് ഭയങ്കര ജനപിന്തുണയാണ്. അടിച്ചൊതുക്കാനും ഒടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ജനപിന്തുണയൊന്നും കണ്ടിട്ട് മാത്രമല്ല, ഹീസ് എ ഗുഡ് മാൻ.
അതിനു മുൻപ് തന്നെ അടിമത്തം നിർത്തലാക്കിയിരുന്നു അല്ലേ? അത് അയ്യങ്കാളി വന്നിട്ടല്ല, അതിന് മുൻപേ നിർത്തലാക്കിയിരുന്നു. അങ്ങനെ ഓരോന്നും ചിലപ്പോൾ ഈ മൂർത്തിയേക്കാൾ വലിയ ശാന്തിമാരാണ് ഈ ബ്യൂറോക്രസി നടുക്ക് നിൽക്കുന്നത്. അപ്പൊ അവരെയും കവച്ചു വെച്ച് ഇദ്ദേഹത്തെ എടുത്തത് ഈ ഉന്നത കുലജാതൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ശ്രീനാരായണ ഗുരുവിനെ? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിനും തന്നെ ശ്രീനാരായണ ഗുരു കോടതിയിൽ വരേണ്ടതില്ല എന്ന് ഉത്തരം ഇറക്കിയതും ഇതേ തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. എനിക്ക് തോന്നുന്നത് ശ്രീമൂലം തിരുനാൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. അതുമല്ലെങ്കിൽ വൈശാഖം തിരുനാൾ, അതിനും പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആയില്യം തിരുനാൾ മഹാരാജ്. ഇവരൊക്കെ ഇറക്കാൻ സാധ്യതയില്ല. പീരീഡ് അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേ, അങ്ങനെ ഒരു ഉത്തരവ് ശ്രീനാരായണ ഗുരുവിന് വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഡോക്ടർ ഭീമറാവ് അംബേദ്കർ. അംബേദ്കറിന്റെ പഠന വൈഭവം തിരിച്ചറിഞ്ഞ് ബറോഡ മഹാരാജാവ് സയാജി റാവു ഗേക്വാദ് മൂന്നാമൻ കൊളംബിയയിൽ വിട്ട് പഠിപ്പിച്ചത് മാസം 11 പൗണ്ട് ഒറ്റ ആയിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്. അന്നത് വലിയ തുകയാണ്. 10 വർഷം ബറോഡയിൽ സർക്കാർ ജോലിയിൽ സേവനം അനുഷ്ഠിക്കണം എന്നത് മാത്രമായിരുന്നു നിബന്ധന. അവിടെ തന്നെ അദ്ദേഹം ഒരുപാട് ജാതി വിവേചനം അനുഭവിച്ചിരുന്നു കേട്ടോ, സൈനിക മേഖലയിൽ പ്രവർത്തിക്കാൻ നേരത്ത്. പക്ഷെ അത് പറഞ്ഞു വിട്ടതാരാ? ഉന്നത കുലജാതൻ. മനസ്സിലായില്ലേ? 100% പേരും നമ്മളെല്ലാം അടിച്ചമർത്തിയിട്ട് തറയിലിട്ട് ചവിട്ടി തേച്ച് ഇവരൊന്നും ഒരു കാലം കുളം പിടിക്കരുത് എന്ന് ചിന്തിച്ചവരല്ല. ഈ നേരത്തെ ഇതേ ശ്യാംകുമാർ പറഞ്ഞതുപോലെ മിശ്ര വിവാഹം, പന്തി ഭോജനം, മിശ്ര ഭോജനം, സമപന്തി ഭോജനം ഇതൊക്കെ നടത്തിയിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചതുപോലെ തന്നെ ചോദിക്കുന്നു, നമ്മൾ അവർണർ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് വാരി തിന്നെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, അതിനു വേണ്ടിയിട്ട് ഇറങ്ങി വന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് അറിഞ്ഞാൽ ഈ വരുന്ന നായർക്കും നമ്പൂരിക്കും അവന്റെ വീട്ടിൽ ഭക്ഷണം കിട്ടില്ല, അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. എന്നിട്ടും അതിൽ നിന്ന് ഒരുപാട് പേർ വന്നു. ഓരോ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും വാക്കുകളിൽ ആകൃഷ്ടരായി വന്നിട്ടുണ്ട്, നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അത് മുഴുവനും എടുത്തു കളഞ്ഞ് മത്തിത്തങ്ങളും പൊയ്കയിൽ അപ്പച്ചനും ഈ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയുടെ പേര് പറഞ്ഞേ പറ്റുള്ളൂ എന്നുകൊണ്ട് അത് പറയുന്നു. ഇങ്ങനെയൊന്നും വിഷം ഒഴിക്കലോ സമൂഹത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ പൊതുസമൂഹത്തിൽ സവർണനും അവർണനും എന്ന് വേർതിരിച്ചു കഴിഞ്ഞു. അവർണന്മാരെ മുഴുവൻ സവർണർ അടിച്ചമർത്തുകയാണ്. അപ്പോൾ അവർണർ ആരെ വിശ്വസിക്കണം? മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോകണം. അതുമല്ലെങ്കിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ മൗദൂദി ആശയത്തിനോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്നാലോ? അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സാമ്പിൾ ഞാൻ തരാം. അംബേദ്കറോടൊപ്പം പ്രവർത്തിച്ചിരുന്ന യോഗേന്ദ്ര മൊണ്ടാൾ എന്ന് പറഞ്ഞൊരു മണ്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഇന്ത്യയിൽ മുഴുവൻ സവർണ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഹിന്ദുവിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി നേരെ ഈ പാവങ്ങളെ വലിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ പോയി. പാകിസ്ഥാനിൽ ചെന്നപ്പോഴോ അവിടെ ചെന്നപ്പോൾ അവർ ന്യൂനപക്ഷമല്ലേ, വളരെ കുറച്ച് എണ്ണമല്ലേ ഉള്ളൂ. മതം മാറടാന്ന് പറഞ്ഞു. മാറാൻ സൗകര്യമല്ല. കാര്യം നമുക്ക് നമ്മുടേതായ ദൈവങ്ങളുണ്ടല്ലോ, നമുക്ക് കുലദൈവങ്ങളുണ്ടല്ലോ. നമുക്ക് ചാത്തൻ തറയുണ്ട്, മാടൻ തറയുണ്ട്, ദേവിത്തറയുണ്ട്, നാഗത്തറയുണ്ട്. ഇതിനൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ഗുളികനുകളുണ്ട്, തെയ്യങ്ങളുണ്ട്, തിറകളുണ്ട്, പടയണികളുണ്ട്, കോലങ്ങളുണ്ട്, കോലം തുള്ളലുകളുണ്ട്. ഇതൊന്നും ഒഴിവാക്കാൻ നമ്മൾ സമ്മതിച്ചതുമില്ല. വെട്ടിക്കൊന്നു. യോഗേന്ദ്ര മൊണ്ടാൽ ഹാപ്പി. പുള്ളി അവിടെ പോയിട്ട് പുള്ളി അതുപോലെ തിരിച്ചു വന്നു സവർണ ഹിന്ദുക്കളുള്ള ഇന്ത്യയിലോട്ട്. ഇയാളെ പേരും വിശ്വസിച്ച് പോയവന്മാര് ചത്തു. ഇനി മതം മാറി അപ്പുറത്തോട്ട് വാ, ക്രിസ്ത്യാനിറ്റിയിലോട്ട്. ഒരു പദവി അങ്ങോട്ട് തരും. ദളിതൻ എന്ന പേരിനോടൊപ്പം ക്രിസ്ത്യൻ എന്നും കൂടെ തരും. ഇതാണ് പരമാവധി കിട്ടുന്ന പട്ടം. നായരുടെയും നമ്പൂതിരിയുടെയും മുന്നിൽ നമുക്ക് അന്തസ്സോടെ നടക്കാം. പക്ഷെ അവിടെ ചെന്ന് ഏതെങ്കിലും വീട്ടിൽ കയറി നിങ്ങൾ അവിടുത്തെ ഉന്നത കുലജാതന്റെ വീട്ടിൽ കയറി പെണ്ണാലോചിച്ചാൽ കെവിൻ കഷ്ണം കഷ്ണമായി ചുരുങ്ങിയതുപോലെ ചുരുങ്ങും. അന്ന് ഈ കേരളത്തിലെ ഒരൊറ്റ ദളിത് സംഘടനയ്ക്ക് നട്ടലില്ലായിരുന്നു ഒരു ഹർത്താൽ നടത്താൻ. അമ്മാര് ടീമാണ് നമ്മുടെ ആൾക്കാരെ. ഏതവനാണ് ആക്രമിച്ചത്? ആക്രമിച്ചവന്റെ മതം ഏത്? ആക്രമിച്ചവന്റെ ജാതി ഏത്? അഭിമന്യുവിനെ കൊന്നതാര്? അഭിമന്യു മരണപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? അഭിമന്യുവിന്റെ കൊലക്കത്തി ആരുടെ കയ്യിലാണ് ഇരുന്നത്? അവന്റെ മതം എന്ത്, പേരെന്ത്, ജാതി എന്ത്, കുലമെന്ത്, ഗോത്രം എന്ത് എന്നൊക്കെ നോക്കി മാത്രമേ മാളവിക ഭിന്നിയൊക്കെ പ്രതികരിക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഇതൊന്നും ഇവിടെ നിന്ന് വായന്ന് വരത്തില്ല, ഒരാളുടെ വായന്ന് വരത്തില്ല. നിന്ന് വിറയ്ക്കും. എനിക്കാ വിറയൊന്നുമില്ല, മനസ്സിലായില്ലേ? ഞാൻ മുഖത്തോയി പറയും. അപ്പോൾ ദളിത് സമൂഹം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ അംബേദ്കറെയും നമ്മുടെ അയ്യങ്കാളിയെയും നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയും അംഗീകരിച്ചിരുന്നവരും അവർക്ക് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിനും അവരുടെ ആവശ്യങ്ങളും അവരുടെ വീക്ഷണങ്ങൾക്കും ഒപ്പം നിന്നതിലും നമ്മൾ മാത്രമല്ല മറ്റൊരു സമുദായവും നിന്നു. അതുപോലെ നമുക്ക് നടത്തിയിട്ടുള്ള പന്തി ഭോജനത്തിലും മിശ്രഭോജനത്തിലും മിശ്ര വിവാഹത്തിലും എല്ലാം നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ വീട്ടിൽ നിന്നും സമുദായത്തിൽ നിന്നും അവരെ പടിയടച്ച് പിണ്ടം വെക്കുമെന്നുള്ള സ്ഥിതിയിൽ പോലും അവർ നമ്മളോടൊപ്പം വന്നു, ഇരുന്നു, ഭക്ഷണം കഴിച്ചു. ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കമിട്ടു. അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരൊറ്റ കൂട്ടായ്മയായി നിലനിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത കുറെ പേർ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ അവർ ശത്രുതയുണ്ടാക്കി. 75 വർഷമായിട്ടുള്ള ഈ കേരളത്തിൽ ദളിതർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സേവനമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമസ്കാരം. കടമ്പനിക്കുഴിയിലെ അന്തേവാസിയായ എനിക്കും പറയാനുള്ളത് നമ്മുടെ വെസ്റ്റ് പ്രൊമോട്ടർ പറഞ്ഞതുപോലെ തന്നെയാണ്.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ വീഡിയോ കാണുകയാണെങ്കിൽ തങ്ങളുടെ കീഴിലുള്ള മന്ത്രിമാരോട്, അതായത് മെഡിക്കൽ മന്ത്രി, വനംവകുപ്പ് മന്ത്രി, ഈ രണ്ടുപേരും ഇപ്പോൾ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഈ സാധാ PHC ആയിട്ടിരിക്കുന്ന ഒരു മെഡിക്കല് അത് ഉയർത്താനുള്ള ഒരു അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒന്ന് ഓർക്കുക, റോഡില്ലാത്തതാണ് ഇവിടുത്തെ വികസനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കാൻ മുഖ്യ കാരണം റോഡാണ്. മാത്രമല്ല, ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നൊരു പേഷ്യൻറ്റിനെ കഴിഞ്ഞ മാസം 22-ാം തീയതി ഇങ്ങനെ പേരക്കുട്ടി മരിച്ചു. അന്ന് തുടങ്ങിയ പനി ഇന്ന് മുതൽ മാറാതിരുന്നുകൊണ്ട് ഇന്ന് കെട്ടിച്ചുമന്നുകൊണ്ട് ഈ പാലം വഴിയാണ് ഞങ്ങൾ ഇന്ന് കടത്തിയിരിക്കുന്നത്. കാരണം ആ വീഡിയോ ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കൂടെ. കാരണം എന്താ വെച്ചാൽ ഇത്ര, അതായത് ഒരു റോഡും പാലവും പോലും ഇല്ലാതെ അനുഭവിക്കുന്ന ദളിതൻ കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ നാട് ഭരിക്കുന്ന ആരാ? ദളിതനെ കയ്യിൽ കൊണ്ട് നടക്കണം പൊന്നോമന പുത്രന്മാർ. ഇവർ നാട് ഭരിക്കുകയാണ് നമുക്ക് വേണ്ടി. നമ്മളെന്ന് വെച്ചാൽ ഇവർക്ക് ജീവനാണ്, ചങ്കും കരളുമാണ് നമ്മളൊക്കെ. ഇവർ എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തി ഇട്ടിരിക്കുന്നെന്ന് മനസ്സിലായോ? ഈ പറയുന്ന ശ്യാംകുമാർ ഉൾപ്പെടെയുള്ള, ഈ മാളവിക ബിന്നി ഉൾപ്പെടെയുള്ള ഇവരുൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം, ഇവരെല്ലാവരും തന്നെ നമ്മുടെ അവർണൻ സവർണൻ എന്ന് വേർതിരിക്കുകയും സവർണരോട് തീരാത്തൊരു പക നമുക്ക് ഉണ്ടാക്കി തരികയും ആ ഉണ്ടാക്കി തന്ന സവർണനെ അവർ ഈ രാഷ്ട്രീയത്തിനെ ഒന്നും ചോദ്യം ചെയ്യില്ല. ഇവർ കമ്മ്യൂണിസത്തെയോ കോൺഗ്രസിനെ ഒന്നും ചോദ്യം ചെയ്യില്ല. ഈ കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഇവർ പറയുന്നത് ഹിന്ദുത്വവാദം, ബ്രാഹ്മണ്യം, ബ്രാഹ്മണിക്കൽ ഹെജിമണി. കേരളത്തിന് പുറത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്നാൽ മാത്രമേ ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ ദളിതൻ. അങ്ങനെ ഉണ്ടോ? കേരളത്തിൽ സംഭവിച്ചാൽ കേരളത്തിലെ ഭരണകൂടത്തിനെ ദളിതൻ ചോദ്യം ചെയ്യണ്ടേ? എന്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ മാത്രം നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര നിയന്ത്രണം വരുന്നു? എന്തുകൊണ്ട് ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ നമ്മുടെ നാക്കുകൾ മടിക്കുന്നു? അവിടെ നമ്മൾ ബ്രാഹ്മണ്യത്തിലും ബ്രാഹ്മണ്യ ഹെജിമണിയിലും ഹിന്ദുത്വവാദത്തിലും ഒക്കെ മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങി പോകുന്നു. നമ്മുടെ ഗതികേട് ഇവരുണ്ടാക്കി തന്ന ഗതികേട്, ഇവർക്ക് ഭയമായതുകൊണ്ട്, ഇവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം അതായതുകൊണ്ട്, അതായത് ഇവർ നമുക്കെതിരെ ശത്രുവിനെ ഉണ്ടാക്കിയിട്ട് ആ ശത്രുവിനെ നമ്മൾ തന്നെ വോട്ട് ചെയ്ത് എന്നിട്ട് ആ ശത്രുവിനെ കൊണ്ട് തന്നെ നമ്മളെ ഭരിപ്പിച്ചെടുപ്പിക്കുന്ന ഇവരുടെ കാഞ്ഞ കുഷ്ഠബുദ്ധി, എന്നിട്ട് സമൂഹത്തിലേക്ക് അവർ നല്ല കാളകൂട വിഷവും ഒഴിച്ചു തരും. എൻ്റെ ഉടൽപ്പിറപ്പുകളെ, കാര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചും ഗ്രഹിച്ചും മാത്രമേ നിങ്ങൾ മുന്നോട്ട് ഓരോ അടിയും എടുത്തു വെക്കാവൂ. ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദളിതൻ ആക്രമിക്കപ്പെടുമ്പോൾ പറയാൻ വോയിസ് എങ്കിലും ഉണ്ട്, 50 ചാനലെങ്കിലും ഉണ്ട്, സ്വന്തം മൊബൈലെങ്കിലും ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങൾ. അന്ന് നമുക്ക് വോയിസേ ഇല്ലടോ. അന്ന് നമ്മുടെ ചുട്ടരിച്ചാലും കൂട്ടക്കൊല ചെയ്താലും വെട്ടി നുറുക്കിയാലും 4 ചുവരുകൾക്കുള്ളിൽ ആ ശബ്ദത്തെ അവർ ചവിട്ടി അരച്ചിരുന്നു. ആ ശബ്ദം ഇന്ന് ഈ രാജ്യം മുഴുവൻ, ഈ ലോകം മുഴുവൻ കേൾക്കത്തക്ക വണ്ണം തുറന്ന് 3Gയും 4Gയും 5Gയും ഒക്കെ എത്തിച്ച് ഇന്ന് ഇത്രയും ലളിതമായി ഈ ന്യൂസ് ചാനലുകൾ മുഴുവൻ മൂടിവെക്കാൻ നോക്കിയാലും നമുക്കെല്ലാവർക്കും പറയാനുള്ള ഈ വോയിസ് ഉണ്ടാക്കി തന്നത് മോദി തന്നെയാണ്. അതിലും എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യങ്ങളെ നിങ്ങൾ സത്യസന്ധമായി ഗ്രഹിക്കണം. ശത്രുവിനെ ഉണ്ടാക്കി തന്നവനും ആ ശത്രുവിന്റെ പാളയത്തിൽ നിൽക്കുന്നവനും ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്നതും ഒരേ ആൾക്കാർ തന്നെയാണ്. സത്യസന്ധമായി ഗ്രഹിക്കുക, വ്യക്തമായ വീക്ഷണത്തോടെ മുന്നോട്ട് പോവുക. ജയ് ഹിന്ദ്.